التمسك بالأثر نجاح. المركز الأثري സംഘടിപ്പിക്കുന്ന തഫ്സീർ മുയസ്സർ ഖുർആൻ വിജ്ഞാന പരീക്ഷ. കേരളത്തിനകത്തും പുറത്തും എക്സാം സെന്ററുകൾ പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ശബ്ദ സന്ദേശ ശൃംഖലയിലൂടെ നമ്മൾ വായിക്കുന്നത് ഉസ്താദ് അബ്ദുൽ മുഹ്സിൻ ഐദീദ് ക്രോഡീകരിച്ച തഫ്സീറുൻ മുയസ്സർ എന്ന ഗ്രന്ഥത്തിലെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ്. ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ തഫ്സീർ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അതിലൂടെ അവനോട് സഹായം തേടിക്കൊണ്ടും അവൻ്റെ നാമം ഉച്ചരിക്കുന്നതിലെ ബറക്കത്ത് അഥവാ അനുഗ്രഹം തേടിക്കൊണ്ടും ഞാൻ ഖുർആൻ പാരായണം ആരംഭിക്കുന്നു. ബിസ്മിൽ അള്ളാഹുവിൻ്റെ 3 നാമങ്ങളാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ വാചകം ചൊല്ലുന്നതിന് ബിസ്മി ചൊല്ലുക എന്ന് ചുരുക്കത്തിൽ പറയാറുണ്ട്. അറബിയിൽ അൽ ബസ്മല എന്നും പറയാറുണ്ട്. അള്ളാഹു ലോകങ്ങളുടെ സൃഷ്ടാവും രക്ഷാധികാരിയും ഏക ആരാധ്യനുമായ ദൈവത്തിൻ്റെ നാമമാണ് അള്ളാഹു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രത്യേകമായ നാമമാണത്. ഈ പേര് ലോക സൃഷ്ടാവിനെ കുറിച്ചല്ലാതെ മറ്റൊരാളെക്കുറിച്ചും പറയുക പാടില്ല. അർ റഹ്മാൻ, സർവ വിശാലമായ എല്ലാ സൃഷ്ടികളെയും വലയം ചെയ്യുന്ന കാരുണ്യം വിശേഷണമായുള്ളവൻ എന്നർത്ഥം. അർ റഹീം, താൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടികളിലേക്ക് എത്തുന്ന വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമയായുള്ളവൻ. തൻ്റെ ദാസന്മാരിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അവൻ പ്രത്യേകമായ കാരുണ്യം ചൊരിയുകയും ചെയ്യും. അള്ളാഹു അതിമഹത്തരമായ നാമം. ആകാശ ലോകങ്ങളുടെ സൃഷ്ടാവും രക്ഷാധികാരിയുമായ ഏക ആരാധ്യൻ്റെ നാമമാണ് അള്ളാഹു എന്നത്. അവൻ്റെ നാമങ്ങളിൽ ഏറ്റവും മഹത്തരമായ നാമം അള്ളാഹു എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം തവണ പരാമർശിക്കപ്പെട്ട നാമവും അള്ളാഹു എന്നത് തന്നെയാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങളെല്ലാം ഈ നാമത്തിലേക്ക് ചേർക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ പേരാണ് റഹ്മാൻ, അള്ളാഹുവിൻ്റെ പേരാണ് റഹീം എന്നിങ്ങനെയാണ് ഖുർആനിൽ വായിക്കാൻ കഴിയുക. എന്നാൽ റഹ്മാനിൻ്റെ പേരാണ് അള്ളാഹു എന്നോ മറ്റോ ഖുർആനിൽ വന്നിട്ടില്ല. അള്ളാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവൻ്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിൻ്റെ ഫലം അവർക്ക് വഴിയെ നൽകപ്പെടും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100ൽ 1 കുറവ്. ആരെങ്കിലും അവ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇഹ്സാ എന്നതുകൊണ്ട് ഉദ്ദേശം 3 കാര്യങ്ങളാണ്. 1, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മനഃപ്പാഠമാക്കുക. 2, അവയുടെ ആശയവും ഉദ്ദേശവും ഗ്രഹിക്കുക. 3, അവയുടെ സ്വാധീനം ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലും ഉണ്ടായിരിക്കുക. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ? ബിസ്മി ഫാത്തിഹ സൂറത്തിൻ്റെ ഭാഗമാണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് വിഭിന്ന വീക്ഷണങ്ങളുണ്ട്. ഫാത്തിഹയുടെ ആരംഭത്തിൽ വേറിട്ടു നിലകൊള്ളുന്ന ഒരു ആയത്ത് തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടവരും ഫാത്തിഹയുടെ ഭാഗമായ ആയത്താണെന്നും ഫാത്തിഹയുടെ ഭാഗമല്ലെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്.
കൂടുതൽ ശക്തമായ വീക്ഷണമായി മനസ്സിലാവുന്നത് ബിസ്മി ഫാത്തിഹയിൽപ്പെട്ടതല്ല എന്ന അഭിപ്രായമാണ്. ഹനഫി മദ്ഹബിലെ ഭൂരിപക്ഷ പേരുടെയും മാലിക്കി ഹംബലി മദ്ഹബുകളുടെ വീക്ഷണവും ഇതാണ്. മദീനയിലെ ഖുറാകളുടെയും ഫുഖഹാക്കളുടെയും വീക്ഷണം ഇപ്രകാരമായിരുന്നു. ഇമാം തബരി, ഇബ്നുൽ അറബി, ഇബ്നു അത്തയ്യ, ഖുർത്തുബി, ഇബ്നു തൈമിയ തുടങ്ങിയവർ ശരിയാണെന്ന് അഭിപ്രായപ്പെട്ടതും ഈ വീക്ഷണമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം അള്ളാഹുവിനും അവൻ്റെ ദാസനും ഇടയിൽ രണ്ടായി പകുത്തിരിക്കുന്നു എന്ന് വിവരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഇതിനുള്ള തെളിവാണ്. അതിൽ ഫാത്തിഹയുടെ പാരായണം ഹംദിൻ്റെ ആയത്ത് മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണ് എന്നത് ഏകാഭിപ്രായമുള്ള കാര്യമാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദ് മുതലാണ് ഫാത്തിഹ എണ്ണി തുടങ്ങുന്നത്. ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണെങ്കിൽ ഈ വേർതിരിക്കൽ സാധ്യമാകില്ല എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ഈ വീക്ഷണങ്ങളെ ഒരുമിപ്പിക്കുകയും ചില ഖിറാഅത്തുകൾ പ്രകാരം ബിസ്മി ഫാത്തിഹയിൽ ഉൾപ്പെടുന്നതാണെന്നും മറ്റു ചില ഖിറാഅത്തുകളിൽ അത് ഫാത്തിഹയിൽ ഉൾപ്പെടുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഖിറാഅത്തുകളുടെ വ്യത്യാസം വൈരുദ്ധ്യമല്ല, മറിച്ച് വൈവിധ്യമായാണ് പരിഗണിക്കപ്പെടുക എന്നതിനാൽ ഈ 2 വീക്ഷണങ്ങളും ശരിയുടെ ഭാഗമാണ് എന്നും അവർ വിവരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ മജ്മൂഇൽ പറഞ്ഞ കാര്യമാണിത്. ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ: എല്ലാ നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും മുൻപ്, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ, വുദുവിൻ്റെ ആരംഭത്തിൽ, ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് മുൻപ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ്, കത്തുകൾ, ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെയുള്ള എഴുത്തുകളുടെ ആരംഭത്തിൽ.